കഴിഞ്ഞ ഞായറാഴ്ച ഇനോഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം ബ്ലിസേർട്ട് ഇന്ന് തന്നെ മീൻസ് ഇന്നലെ എന്നോട് ചോദിച്ചിരുന്നു വിശേഷ ഇങ്ങനെ ഒരു പ്രോഗ്രാം എടുക്കാൻ പറ്റുമെന്ന്. സോ ഇന്നത്തെ ഒരു ദിവസം ആയതുകൊണ്ട് ബാക്കി ആ, മറ്റ് പ്രോഗ്രാമുകൾ ഒന്ന് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തള്ളി വെച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോ ഈ സെഷനിൽ ഇവിടെ ഫ്രീ ആയത്. സോ ഞാൻ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു സെഷൻ നിങ്ങളെ സംബന്ധിച്ച് ഹെൽത്തിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ ഒരു ബേസിക് നോളജ് തരാം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെ. സോ എന്റെ ഒരു റിക്വസ്റ്റ് നിങ്ങളോട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 35 മിനിറ്റ്സ് അത്രയും ഞാൻ ഈ ഒരു സെഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു 35 മിനിറ്റ്സ് നിങ്ങൾ പൂർണ്ണമായിട്ടും അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക. കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും മനസ്സിലാവും, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടാവും. ഇറ്റ്സ് ഓക്കെ എഗെയിൻ ബിക്കോസ് നമ്മൾ ഈ ഇന്ന് തുടങ്ങിയിട്ട് നെക്സ്റ്റ് വേൾഡ് ഹെർട്ട് ഡേ ആകുമ്പോഴേക്ക് നമ്മളിൽ എന്ത് മാറ്റം വരും, നമ്മുടെ കുടുംബത്തിൽ എന്ത് മാറ്റം വരും, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ആ ഒരു ഫോക്കസിൽ നമുക്ക് ഈ ഒരു സെഷൻ ഇന്ന് തുടങ്ങാം. നമ്മുടെ ആരോഗ്യത്തിന്റെ ശാസ്ത്രം അതിൽ ആ മുഴുവനും അങ്ങനെ ശാസ്ത്രീയമായിട്ട് ഒത്തിരി കാര്യങ്ങളിലേക്ക് ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. ബട്ട് ബേസിക് ആയിട്ടുള്ള പില്ലേഴ്സ് ഓഫ് ഓപ്റ്റിമൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആരോഗ്യത്തിന്റെ പെർഫോമൻസിന്റെ പ്രധാനപ്പെട്ട പില്ലേഴ്സ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് 4 പില്ലേഴ്സ് ആണ് വരുന്നത്. ആ 4 പില്ലേഴ്സിനെ ഒരു ഓവറോൾ ആയിട്ടുള്ള ബേസിക് ഐഡിയ നമുക്കിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ നേരത്തെ വിജയേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേ ആണ്, April 7th. ഇതിന്റെ ഈ വർഷം തീം തന്നെ പറഞ്ഞിരിക്കുന്നത് ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നാണ്. സോ ഇന്നിപ്പോ ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളും ആരോഗ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. സ്പെഷ്യലി എന്തെങ്കിലും ഒരു ഹെൽത്ത് ചലഞ്ച് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് കൂടി എടുക്കേണ്ടതാണ്. കാരണം മെഡിക്കൽ സയൻസ് എഗെയിൻ മെഡിക്കൽ സയൻസ് തന്നെയാണ്, അതും ഒരു ശാസ്ത്ര മേഖല തന്നെയാണ്. ആൻഡ് ഇന്നിപ്പോ ഉദ്ദേശിക്കുന്നതും വി ഷുഡ് സ്റ്റാൻഡ് വിത്ത് സയൻസ്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് ശാസ്ത്രീയമായിട്ട് അപഗ്രഥിച്ച് മനസ്സിലാക്കി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എൻജോയ് ചെയ്ത് ചെയ്യാനും പറ്റണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ കാലം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഇന്ന് ഇത്രയ്ക്കൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലും ശാസ്ത്രം അതല്ലെങ്കിൽ നമ്മുടെ ലോകം ഇത്രയ്ക്കൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലും നമ്മൾ കാണുന്നത് എന്താണ്? ഹോസ്പിറ്റലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. ചില പാൻഡമിക് പോലുള്ള കോവിഡിന്റെ സമയത്ത് നമ്മൾ കണ്ടു, ചില പാൻഡമിക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരുപക്ഷെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആ രീതിയിലുള്ള ലോക്ക്ഡൌൺ ഒക്കെ വേണ്ടി വന്നു. ചില വൈറസുകളെയൊക്കെ ഇന്നും ഐഡന്റിഫൈ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസ് ഇംപ്രൂവ് ആവുന്നില്ല എന്നാണോ പറയുന്നത്? അല്ല, മെഡിക്കൽ സയൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാവാം ചിലപ്പോൾ ചില വൈറസിനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് പോലും. അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ പ്രത്യേകിച്ചും ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുടെ എണ്ണം, ഒരുപക്ഷെ ഡയബറ്റിക് ക്യാപിറ്റൽ ഇന്ത്യ ആവാൻ പോവാണെന്ന് പറയുന്നു. അതിൽ തന്നെ കേരളം ഇത്ര ചെറിയ സംസ്ഥാനമായിട്ട് പോലും പോപ്പുലേഷൻ ഡെൻസിറ്റി കൊണ്ട് മാത്രമല്ല നമ്മൾ മലയാളികൾ ഒരുപാട് ഭൗതികമായിട്ടും അല്ലെങ്കിൽ വൈജ്ഞാനപരമായിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്. സ്റ്റിൽ നമ്മൾ എന്തോ പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കേരളവും ഡയബറ്റീസ് ലെവലിലോ അല്ലെങ്കിൽ ഹേർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ ലെവലിലോ ഒക്കെ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ദർ ഇസ് സംതിങ് വിച്ച് ഇസ് നോട്ട് അവർ കൺട്രോൾ. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതിന് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തൊക്കെയോ ഉണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ ഡെയിലി ഹാബിറ്റ്സിൽ വരുന്നതായിരിക്കാം. അതിലേക്കാണ് ഒരുപക്ഷെ ഇന്ന് നമുക്ക് ഒരു വിരൽ ചൂണ്ടാൻ പറ്റുന്നത്. സോ നമ്മുടെ ഈ സയൻസ് ഒക്കെ ഇത്രമാത്രം പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ ഒരു 50 അല്ലെങ്കിൽ 45 ആയിരുന്ന ഒരു ആവറേജ് ഹ്യൂമൻ ലൈഫ് ജീവിതം കാലം എന്ന് പറയുന്ന ഒരു പക്ഷേ 40, 45, 50 ആയിരുന്നെങ്കിൽ 1900 ആ സമയത്തൊക്കെ ഒരു 100 വർഷം പിന്നോട്ട് പോയാൽ. പക്ഷെ ആരോഗ്യപരമായിട്ട് ഇപ്പോഴ് നമ്മൾ ഹെൽത്ത് സ്പാനിൽ വളരെ ബാക്കോട്ട് പോയിരിക്കാം. കാരണം മുമ്പൊക്കെ 50 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരാൾ ഒരുപക്ഷെ 45, 48 വയസ്സ് വരെ വളരെ ആരോഗ്യപൂർവ്വം ജീവിച്ചിരുന്നു. അതിനുശേഷമാണ് അവര് മരണപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. മേ ബി ഒരു 30 വയസ്സ് വരെയൊക്കെ വളരെ നന്നായിട്ട് ജീവിക്കും. പിന്നെ പല മരുന്നുകളെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ട് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ ഫുള്ളി ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല, ഫുള്ളി എനർജറ്റിക് ആവാൻ പറ്റുന്നില്ല, വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്നില്ല. അല്ലെ, റിട്ടയർമെന്റ് ഏജിന് ശേഷം മേ ബി 2 വർഷമോ 3 വർഷത്തിനുള്ളിൽ തന്നെ മരണപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രായം മാത്രമല്ല, അവിടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എഫക്റ്റ് വരെ ഉണ്ട്. ജീറിയാട്രിക്സിലൊക്കെ അത് പറയുന്നുണ്ട്. സോ സയൻസ് ഡെവലപ്പ് ചെയ്തു, അതുകൊണ്ട് തന്നെ ലൈഫ് സ്പാൻ ഡെവലപ്പ് വളരെ മുന്നോട്ട് പോയി. 80, 70, 80 ഒക്കെയാണ് ഇപ്പൊ ആവറേജ് ലൈഫ് സ്പാൻ. പക്ഷെ ഹെൽത്ത് സ്പാൻ താഴോട്ട് പോയി. അവിടെ നമുക്ക് എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ പറ്റും? ജസ്റ്റ് നമുക്ക് ആ ആരോഗ്യത്തിനെ പറ്റിയുള്ള അപ്രോച്ചസ് നോക്കിക്കഴിഞ്ഞാൽ
വെൽനസ് ആൻഡ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, കോവിഡിന്റെ സമയത്ത് വളരെ ആക്റ്റീവായിട്ട് നമ്മളൊക്കെ ചെയ്തു. സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക് ഉപയോഗിക്കണം, കൈ വൃത്തിയിൽ കഴുകണം, ഹൈജീൻ ആയിരിക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആൻഡ് അതിന് പറയുന്നത് പ്രൊആക്റ്റീവ് അപ്രോച്ച് എന്നാണ്. നമ്മൾ അവിടെ റിയാക്ട് ചെയ്യല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ നേരിടുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. എമർജൻസി ആൻഡ് മെഡിക്കൽ മാനേജ്മെന്റ്. ഒരു ആക്സിഡന്റ് നടന്നു, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വന്നു, ആ സമയത്ത് നമ്മൾ എമർജൻസി കെയറിലോ കാഷ്വാലിറ്റിയിലോ ഒക്കെ തന്നെയാണ് പോകുന്നത്. ദറ്റ് ഇസ് ട്രൂ. ആൻഡ് അതിന് പറയുന്നത് റിയാക്റ്റീവ് അപ്രോച്ച് ആണ്. ഇന്ന് ഹോസ്പിറ്റലുകളൊക്കെ നിറയുന്നത് ഈ എമർജൻസി കെയർ കൊണ്ട് മാത്രമാണോ? അല്ല, നമ്മൾ വെൽനസ് അല്ലെങ്കിൽ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അല്ലെ, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത് പാലിയേറ്റീവ് കെയർ. ഇന്നലെ ഞാൻ ഡോക്ടർ വിവേക് അവിടെ സംസാരിച്ച സമയത്തും പറയണ്ടായി, ഒരുപക്ഷെ പാലിയേറ്റീവ് അപ്രോച്ചിലേക്കാണ് പോകുന്നത് 5 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ കാർഡിയാക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ. അദ്ദേഹത്തിന്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചു. സോ ആ ഒരു പാലിയേറ്റീവ് അപ്രോച്ചിൽ പോകാതെ, അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസ് ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് വരാതെ നമ്മളൊരു പ്രിവെന്റീവ് അപ്രോച്ചിലേക്ക് പോകേണ്ടത് ആവശ്യമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത്തരം ഒരു അപ്രോച്ചിനെ പറ്റിയാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത്. സോ അതിന്റെ ബേസിക് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. കോസസ് ഓഫ് ഹെൽത്ത് ചാലഞ്ചസ് എന്തൊക്കെയാണ്? സാധാരണ ഹെൽത്ത് ആരോഗ്യത്തിന് ചലഞ്ച് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു രോഗം എന്ന് ഞാൻ പറയുന്നില്ല, പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ഒരു ചലഞ്ച് വരുന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ നമ്മുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റി, പുറത്ത് നമ്മൾ പോയിട്ട് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നല്ല ഭക്ഷണം, അതുപോലെ വേണ്ടത്ര വെള്ളം കിട്ടുന്നുണ്ടാവില്ല, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാം, വൈറ്റമിൻ ഡി അല്ലെങ്കിൽ മറ്റ് പല വൈറ്റമിൻ B12, അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവാം. അതല്ലെങ്കിൽ സ്ലീപ്പ് ക്വാളിറ്റി, സ്ലീപ്പ് ക്വാണ്ടിറ്റി, ഇത് രണ്ടും ഉറക്കത്തിനെ സംബന്ധിച്ച് പ്രോപ്പർ ആവുന്നില്ല, കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. അത് പോരാതെ സൺലൈറ്റിൽ നമ്മൾ പോകുന്നത് വളരെ കുറവാണ്. ഈ സൺലൈറ്റിന് എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ ടോട്ടൽ ബോഡിക്ക് ഒരു എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട് സൺലൈറ്റിന് പറ്റുന്നുണ്ട്. സോ അങ്ങനെ ഒരു സൂര്യപ്രകാശത്തിൽ നമ്മൾ പോകാത്തതും അതിന്റെ ഒരു കാരണമാവാം. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഹൈജീൻ കുറവായത്. സോ ഇത്തരം കാരണങ്ങളാണ് പൊതുവെ നമ്മുടെ ഹെൽത്ത് ചലഞ്ചസിന് കാരണമാവുന്നത്. സോ ആരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ട പില്ലേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആരോഗ്യത്തിന്റെ നെടുന്തൂണുകൾ? ഒന്ന്, നല്ല ഭക്ഷണം. രണ്ടാമത്തത് ശരിയായ വ്യായാമം. അതുപോലെ തന്നെ അത് ശരിയായ വ്യായാമം ഒരു ദിവസമല്ല, ആഴ്ചയിൽ ഒരു ദിവസമല്ല, എല്ലാ ദിവസവും കുറച്ച് നേരം. ചില ആൾക്കാരൊക്കെ ഉണ്ട് ശനി ഞായറും മാത്രം പോയിട്ട് 6 മണിക്കൂർ ആ ഒറ്റ 2 ദിവസം കൊണ്ട് തന്നെ തീർത്തിട്ട് വരുന്നവര്. അങ്ങനെയല്ല, എല്ലാ ദിവസവും 1 മണിക്കൂർ ചെയ്യുമ്പോൾ ആഴ്ചയിൽ 6 ദിവസമേ ചെയ്യുള്ളൂ. 6 മണിക്കൂറായി, എന്നാൽ ഒരു ദിവസം റെസ്റ്റ് പ്രോപ്പർ ആയിട്ട് കിട്ടുകയും ചെയ്തു. ഇമോഷണൽ വെൽബീയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിൽ വന്നു. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഒരു നല്ല രാത്രികാലത്തെ ഉറക്കം. ഇതാണ് പ്രധാനപ്പെട്ട 4 പില്ലേഴ്സ്. സോ ഇതിൽ ഒന്നാമത്തെ പില്ലർ ഫുഡ്, ഭക്ഷണം. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് ഭക്ഷണം. അത് ഒരുപക്ഷെ ഷുഗറി ആയിട്ടുള്ള ഐസ്ക്രീം പോലെയുള്ള സാധനങ്ങളാവാം, കേക്ക് ആവാം, പാസ്ത ആവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള കുറെ വെജിറ്റബിൾസും അതുപോലെ തന്നെ അല്പം റൈസും മാംസവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഭക്ഷണ രീതി ആവാം. ഇറ്റ്സ് ഓൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച്. അതുപോലെ തന്നെ വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഫുഡ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക, അല്ലെ? വീട്ടിലെ ചെറിയ കുട്ടിക്ക് ആവശ്യം കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടിക്ക് വേറൊരു രീതിയിലുള്ള ഭക്ഷണം, വലിയ ആൾക്കാർക്ക് വേറൊരു രീതിയിൽ, അങ്ങനെയുള്ള വീടുകൾ വളരെ ചുരുക്കമാണ്. സോ കോമൺ ആയിട്ടുള്ള ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുന്നു. അതൊരു പക്ഷേ ഈ കാണിച്ചിരിക്കുന്ന രീതിയിലൊക്കെ ആവും. മലയാളികളുടെ ഒരു ആവറേജ് ഫുഡ് പാറ്റേൺ ഞാനിവിടെ കുറെ ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാവാം, ചിലതൊക്കെ നിങ്ങൾ ഇന്ന് കഴിച്ചിട്ടുണ്ടാവാം. പക്ഷെ നോർമലി ഇതിന്റെ ഒന്നിച്ച് നമ്മൾ അഡീഷണൽ ആയിട്ട് കഴിക്കുന്ന ചില സാധനങ്ങളാണ് ഒരുപക്ഷെ ഈ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ്, പാക്ക് ആയിട്ടുള്ള ലേസോ അല്ലെങ്കിൽ പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. ഒന്നിന്റെ പേര് പറയാനല്ല, ബട്ട് പ്രോസസ്സിംഗിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും ഇന്ന് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവരുന്നുണ്ട്. സോ അതൊക്കെ ജനറലി ഇവിടെ കാണിച്ചു എന്ന് മാത്രം. ഇതിന്റെ ഒപ്പം നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് ന്യൂട്രീഷൻ എന്നുള്ള രീതിയിലാണ്. സോ ആ ന്യൂട്രീഷൻ പ്രോപ്പർ ആവുന്നില്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പലതരത്തിലുള്ള ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. ഈ ഡെഫിഷ്യൻസീസിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ന്യൂട്രീഷണലി ഡിപ്ലീറ്റഡ് സോയിൽ. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കും, ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ച പോലെ നമ്മൾ നമ്മുടെ വീട്ടിന് മുറ്റത്തുള്ള മണ്ണൊന്ന് എടുത്തിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? അതുപോലെ തന്നെ ഈ മണ്ണിനകത്ത് വേണ്ടത്ര ഗുണമില്ലെങ്കിൽ അത് സസ്യങ്ങളിലേക്കും വേണ്ടത്ര ഗുണം കൊടുക്കില്ല. സസ്യങ്ങൾ കഴിക്കുന്ന സസ്യബുക്കുകളായ ഒരുപക്ഷെ ആട് അല്ലെങ്കിൽ പശു, ഇത്തരം മൃഗങ്ങളിലേക്കും ഈ ഒരു ന്യൂട്രീഷൻ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ സസ്യങ്ങളെയൊക്കെ കഴിക്കുന്ന നമുക്കും വേണ്ടത്ര ന്യൂട്രീഷൻ കിട്ടുന്നുണ്ടാവില്ല. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഫാം ടു ടേബിൾ ഡിസ്റ്റൻസ്. എവിടെയോ എപ്പോഴോ ഉണ്ടാക്കിയ ഒരു ഭക്ഷണം, ഒരു ഫുഡ് ഐറ്റം അല്ലെങ്കിൽ
ഒരു പ്ലാൻ സ്രോതസ് എന്ന് നമ്മൾ അത് എടുത്തിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര കാലതാമസം വരുന്നു, അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുക്ക് ചെയ്യുന്നു. കുക്ക് ചെയ്തിട്ട് എഗൈൻ നമ്മൾ അതിനെ തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ച് കഴിക്കും, കുറച്ച് ഫ്രിഡ്ജിൽ വെക്കും, എഗൈൻ നെക്സ്റ്റ് ഡേ ഉപയോഗിക്കും. ഇങ്ങനെ റീഹീറ്റിംഗ് പ്രോസസ്സിലും അതുപോലെ കുക്കിംഗ് പ്രോസസ്സിലും ഒക്കെ ഉണ്ടാവുന്ന ന്യൂട്രീഷണൽ ലോസ്. മറ്റൊരു കാര്യമാണ് ഹൈലി പ്രോസസ്ഡ് ഫുഡ്. ഈ പ്രോസസ്സിംഗ് സമയത്ത് സാധാരണഗതിയിൽ ഒരു ഫുഡ് ഐറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫൈബർ എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെള്ളം. ഈ ഫൈബർ ഇവിടുന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഗ്ലൂക്കോസ് വേണ്ടതിലധികം കയറാനുള്ള സാധ്യത കൂടുന്നു. അതുപോലെ തന്നെ പല മിനറൽസും വൈറ്റമിൻസും അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാലം അത് സേഫ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾറെഡി ഈ പ്രോസസ്സിംഗിൽ പെർമിറ്റഡ് ആണ്. സോ അവരത് ചെയ്യുന്നുണ്ട്. അഡീഷണലി ചില പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഫ്ലേവേഴ്സോ ഒക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾ ആർ പെർമിറ്റഡ്, റൈറ്റ്? FSSAIയും FDA ഒക്കെ പറയുന്ന പോലെ പെർമിറ്റഡ് മാത്രമായിരിക്കും. പക്ഷെ നമ്മുടെ ബോഡിക്ക് പെർമിഷൻ എന്ന് പറയുന്നത് അറിയില്ലല്ലോ. ഓരോരുത്തരുടെയും ബോഡി ഓരോ രീതി. സോ അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു പക്ഷേ പറ്റുന്നില്ല. ആൻഡ് ഫോർത്ത് തിങ് എന്ന് പറയുന്നത്, നമുക്ക് ഇന്ന് ആവശ്യമുള്ള ന്യൂട്രീഷണൽ നീഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ. കാരണം നമ്മൾ ഇന്നൊരു ഫാസ്റ്റ് പേസ് ലൈഫിലാണുള്ളത്. നമുക്ക് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഡെയിലി ഉണ്ട്. അതിന്റെ ഒന്നിച്ച് തന്നെ പൊല്യൂഷൻ കൂടിയിട്ടുണ്ട്, സ്ട്രെസ് കൂടിയിട്ടുണ്ട്. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ന്യൂട്രീഷണൽ നീഡും കൂടുന്നുണ്ട്. ഞാനൊരു ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു ആർട്ടിക്കിൾ ഇവിടെ കാണിച്ചു തരാം. 73% ഇന്ത്യക്കാരും പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ് കഴിക്കുന്നത്. പ്രോട്ടീൻ എത്രയാണ് ഒരു ദിവസം ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ ബോഡി വെയിറ്റ് 60 കിലോ ഉണ്ടെങ്കിൽ അയാൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ ആണ് ഒരു ദിവസം ആവശ്യം. പ്രോട്ടീന്റെ പ്രധാനപ്പെട്ട സോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറ് അല്ലെങ്കിൽ മാംസ ഭക്ഷണങ്ങൾ, അതല്ലെങ്കിൽ മുട്ട, മീൻ, പാൽ, ഇത്തരം സാധനങ്ങളൊക്കെയാണ്. അരിയിലും ഗോതമ്പിലൊക്കെ ഉണ്ടാവാം, പക്ഷെ ചെറിയ അളവിലേ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കഴിക്കുന്നില്ലേ? ഉണ്ട്. അങ്ങനെ ആയിട്ട് പോലും 73% ഡെഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ അവരിൽ വേണ്ടത്ര പ്രോട്ടീൻ എത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡൗട്ട് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് വേണ്ടത്ര പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കുന്നുണ്ടാവും. ഇത് മാത്രമല്ല, ഇത് കൂടാതെ മറ്റ് പല കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോട്ടീൻ എത്ര വേണമെന്ന് അറിയില്ല. വെജിറ്റബിൾ ഡയറ്റ്സ് ഡെഫിഷ്യന്റ് ആയിട്ടാണ് കഴിക്കുന്നത്. നോൺ വെജ് ഡയറ്റ്സിൽ പൊതുവെ 65% ലാക്കിംഗ് ആണ്. പ്രോട്ടീന്റെ കുറെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര പേർക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ട്, എത്ര പേർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ ഞാൻ പല ആളുകളുടെയും വൈറ്റമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ കണ്ടീഷനായിട്ട് എൻ്റെ അടുത്ത് ഹെൽത്ത് അഡ്വൈസസിന് വരുന്ന സമയത്ത് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ പലരുടെയും വൈറ്റമിൻ ഡി, B12 ഒക്കെ കുറവാണ്. ചിലവർക്ക് വളരെ ക്രോണിക് ആയിട്ടുള്ള അനീമിയ പ്രോബ്ലംസ് ഉണ്ട്, അയൺ ഡെഫിഷ്യൻസി ഉണ്ട്. സോ ഇതൊക്കെ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. ആൻഡ് നമ്മൾ അതറിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും. നമ്മുടെ ബോഡിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. എന്താണ് കിട്ടുന്നത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ മുമ്പത്തെ കാലത്ത് വൈറ്റമിൻ ഡി 20ക്ക് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഞ്ചക്ഷൻ ലെവലിലേക്കൊക്കെ പോകണം, നമ്മൾ എക്സ്ട്രാ ഡോസ് എടുക്കണം. കാരണം റിക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു രോഗം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നതാണ്, പ്രത്യേകിച്ചും കുട്ടികളുടെ. അടുത്തിടെ ഞാനൊരു കുട്ടിയുടെ, ചെറിയ കുട്ടി, 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത സമയത്ത് ആ കുട്ടിക്ക് 11 ഉള്ളൂ. എന്നിട്ടും റിക്കറ്റ്സ് വന്നിട്ടില്ല. ബട്ട് ആ ഒരു സിറ്റുവേഷൻ, ആ കുട്ടിക്ക് എല്ല് പൊടിയുന്ന രോഗമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വരാനുള്ള കാരണങ്ങൾ ഈ ഡെഫിഷ്യൻസി ആണെങ്കിലും റിക്കറ്റ്സിലേക്ക് അത് എത്തിയിട്ടില്ല, ഡെഫിഷ്യൻസി ഡിസീസിലേക്ക് എത്തിയിട്ടില്ല. സോ അവിടെയൊക്കെ നമ്മുടെ ബോഡി ഓപ്റ്റിമൽ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആണ് ആവശ്യപ്പെടുന്നത്. ഓക്കെ. സോ മറ്റൊരു ഭക്ഷണത്തിനെ പറ്റി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗട്ട് ഹെൽത്ത് ആണ്. നമ്മുടെ വയറിന്റെ അല്ലെങ്കിൽ കുടലിന്റെ ആരോഗ്യം. കുടലിന്റെ ആരോഗ്യം വളരെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ക്രേവിങ്സ് ഒന്നും ഉണ്ടാവില്ല. ക്രേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് ഷുഗർ ഉള്ള ഭക്ഷണം, അല്ലെങ്കിൽ ഉപ്പുള്ള ഭക്ഷണം, എരിവുള്ള ഭക്ഷണം, മധുരമുള്ള ഭക്ഷണം, ഇങ്ങനെ പ്രത്യേക തരത്തിലുള്ള ഒരു ഭക്ഷണത്തിനോട് അമിതമായ ആസക്തി തോന്നുന്നതാണ് ക്രേവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ആസക്തി തോന്നില്ല എന്ന് മാത്രമല്ല, ചില കുട്ടികളൊക്കെ വാശി പിടിക്കുന്നുണ്ടോ, എനിക്ക് ആ ചോക്ലേറ്റിന്റെ പാക്കറ്റ് വേണം എന്നൊക്കെ പറയുന്നത്. ഒരു പക്ഷേ ഇതൊക്കെ പല ഡെഫിഷ്യൻസി കൊണ്ടുപോകാം. മിനറൽ ഡെഫിഷ്യൻസി ആയിരിക്കാം മിക്കവാറും. അതല്ലെങ്കിൽ കുടലിന്റെ ആരോഗ്യം ശരിയല്ല എന്നാണ് അർത്ഥം. നമ്മുടെ കുടലിനകത്ത് ഒരു മൈക്രോബയോം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട്. ആക്ച്വലി നമ്മുടെ കോശങ്ങൾ എത്രയുണ്ടോ, ഹ്യൂമൻ കോശങ്ങൾ എത്രയുണ്ടോ അതിൻ്റെക്കാൾ 30 മടങ്ങോളം ബാക്ടീരിയകളുണ്ട്. 30 ട്രില്യൺ അടുത്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം കൂടുതൽ ബാക്ടീരിയകളെയും നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടാണ് സന്തുഷ്ടിപ്പെടുത്തുന്നത്. സോ അവർക്ക് വേണ്ട രീതിയിൽ അത് കിട്ടിയില്ലെങ്കിൽ അവരതിന്റെ പ്രോബ്ലംസും കാണിക്കും. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്ത്, നമ്മുടെ വയറിന്റെ ആരോഗ്യം നമ്മുടെ മൂഡുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ ബാലൻസുമായിട്ട് കണക്റ്റാണ്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അഗൈൻ സയൻസ് പറയുകയാണെങ്കിൽ GBA, ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറഞ്ഞൊരു ആക്സിസ് ഉണ്ട്. ഇതിന്റെ ത്രൂ ആണ് ഡയറക്ട്ലി ബ്രെയിനിലേക്ക് കണക്ഷൻ പോകുന്നത്. ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യം, കുടലിന് ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവെ റിലാക്സ് ആയിരിക്കും ആൻഡ് എനർജറ്റിക് ആയിരിക്കും. സോ വയറിന്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നോർമലി നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഉണ്ടാവണം, വെജിറ്റബിൾസ് ഉണ്ടാവണം, ഗ്രെയിൻസ് ഉണ്ടാവണം, പ്രോട്ടീൻ ഉണ്ടാവണം. പക്ഷെ നേരത്തെ കാണിച്ച പ്ലേറ്റ് പോലെ അല്ല അല്ലെ. ആദ്യം കാണിച്ച പ്ലേറ്റിൽ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്രെയിൻസിന്റെ അളവ് വളരെ കൂടുതലും ബാക്കിയൊക്കെ കുറച്ച് കുറച്ചുമായിരുന്നു. ജനറലി സജസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക, അല്ലെങ്കിൽ സസ്യം കേന്ദ്രീകരിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ഓപ്റ്റിമൽ പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടാവണം, ശരിയായ അളവിലുള്ള പ്രോട്ടീൻ എടുക്കുക, മിനിമൽ ഹോൾ ഗ്രെയിൻസ് എടുക്കുക, ഗ്രെയിൻസിന്റെ അളവ് കുറക്കുക. ഈവൻ മില്ലറ്റ്സ് അടക്കമുള്ള സാധനങ്ങൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആൻഡ് ഹെൽത്തി ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്യാം. ഹെൽത്തി ഫാറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നെയ്യും ഒക്കെയാണ്. ആക്ച്വലി റിഫൈൻഡ് ഓയിലിനൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഒമേഗ 3 ഒമേഗ 6 എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഡെപ്തിലേക്ക് ഇന്ന് ഞാൻ പോകുന്നില്ല. ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു തരാമെന്ന് മാത്രം. ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, കൊഴുപ്പുകൾ എടുക്കുക ആൻഡ് ശരിയായ രീതിയിലുള്ള വെള്ളം. ഒരാൾക്ക് അയാളുടെ ബോഡി വെയിറ്റിന്റെ ഏകദേശം 20 കിലോ ഉണ്ടെങ്കിൽ 20 to 25 കിലോ, അത് ആ സമ്മർ ക്ലൈമറ്റ്, നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഇതും നമ്മുടെ ജോലിയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എത്ര വെള്ളം വേണമെന്ന് തീരുമാനിക്കുക. എന്നാലും ആവറേജ് ഒരു 20 to 25 കിലോ വെയിറ്റിന്, ബോഡി വെയിറ്റിന് 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ രാവിലെ 10 മണി മുതൽ അല്ലെങ്കിൽ രാവിലെ ഒരു 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്തിന് എടുക്കാം. അതിനുശേഷമുള്ള വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള കിടക്കുന്നത് വരെയുള്ള സമയം മേ ബി ഒരു 1/2 ലിറ്റർ വെള്ളം തന്നെ മതിയാവും. സോ ഡേ ടൈമിൽ കൂടുതൽ വെള്ളം എടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുഡും ന്യൂട്രീഷനും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ ചേഞ്ച് ഞാനിവിടെ പറഞ്ഞുതരാം. ആക്ച്വലി പ്രോട്ടീൻ ആൻഡ് വെജിറ്റബിൾസ് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതിന്റെ ഒരു ഗൂഗിൾ സെർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഹൈ പ്രോട്ടീൻ ഡയറ്റ് നമ്മൾ കഴിക്കുന്ന സമയത്ത് മസിൽ ഗ്രോത്ത് ആൻഡ് റിപ്പയറിന് നല്ലതാണ്. സാറ്റൈറ്റി ആൻഡ് വെയിറ്റ് മാനേജ്മെന്റ്, നമുക്ക് സംതൃപ്തിയുടെ ഫീലിംഗ് തരും, വെയിറ്റ് മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യും, മെറ്റബോളിക് ഹെൽത്തിന് നല്ലതാണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ പ്രോട്ടീനും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് വളരെ ബെനിഫിറ്റ് ആണ്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക? കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ട് അവിടെ കറികളുടെ അളവ് കൂട്ടുക. സിമ്പിൾ. അത് വേണമെങ്കിൽ നമുക്ക് റോ പച്ചയായിട്ടുള്ള വെജിറ്റബിൾസും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ടുള്ളത് യൂസ് ചെയ്യാം, ഹാഫ് കുക്ക് ചെയ്തിട്ടുള്ളത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രോട്ടീൻസ് ആണെങ്കിൽ സ്പ്രൗട്ട്സ് ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എഗ് ഒക്കെ, മുട്ടയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോട്ടീൻ എടുക്കാൻ പറ്റും. ഓൾമോസ്റ്റ് 1/3 വരെ നമുക്ക് പ്രോട്ടീൻ ഡിഷിലേക്ക് ആഡ് ചെയ്യാം. അത് പനീരോ പാലോ പല രീതിയിലും ആഡ് ചെയ്യും. ജസ്റ്റ് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നുണ്ടാവും. ഇവിടെ 4 ഇഡ്ഡലിയും ഒരു ചട്നിയും കുറച്ച് സാമ്പാറും ഉണ്ടായിരുന്നു അല്ലെ. അത് നമ്മൾ ഒന്ന് മാറ്റി പിടിച്ചത് എങ്ങനെയാ? ഇവിടെ കാണുന്നില്ലേ, സാമ്പാറിന്റെ അളവ് കൂട്ടി ഒരു മുട്ട ആഡ് ചെയ്തു, 2 ഇഡലി മാറ്റി വെച്ചു. അതുപോലെ തന്നെ ചോറില് ഒരു പോർഷൻ നമ്മൾ റൈസ് ഒഴിവാക്കിയിട്ട് അവിടെ വെജിറ്റബിൾസിന്റെ അളവ് കൂട്ടി, ഫിഷ് കറി കൂട്ടി, തൈരും ആഡ് ചെയ്തു. ഒരു മസാല ദോശ അതിന്റെ ഒന്നിച്ച് അഗൈൻ അല്പം സാമ്പാറിന്റെ അളവ് കൂട്ടി ഒരു ഓംലെറ്റ് കൂടി എടുത്തു. ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. സോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആക്ച്വലി ഈ ഒരു സെഷൻ എടുക്കുമ്പോൾ തന്നെ ഇതിന്റെ, അല്ലെങ്കിൽ ഈ ബ്ലിസേർഡിന്റെ ഒന്നിച്ച് തന്നെ മറ്റു 2 കമ്മ്യൂണിറ്റികളിൽ കൂടി ഞാൻ ഓൾറെഡി ഉണ്ട്. അതിലൊന്ന് V4 Wellness എന്ന് പറഞ്ഞിട്ട് 2020 വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ഇപ്പോഴും വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. വേറൊരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ സയന്റിഫിക് അഡ്വൈസർ ആയിട്ടും ഉണ്ട്. സോ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ പലരുടെയും ഭക്ഷണ രീതിയിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുന്നുണ്ട്. അങ്ങനെ മാറ്റം വരുമ്പോൾ ഈവൻ ഫുഡ് പ്ലേറ്റ് ഷെയർ ചെയ്യുമ്പോഴും ഒക്കെ അതിനോട് ഒരു ഇഷ്ടം തോന്നുകയും പല കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റില്ലേ. പൊതുവെ പറയാറുണ്ട് ഈറ്റ് റെയിൻബോ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവില്ല് പോലെ പല നിറങ്ങളിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. അങ്ങനെ ഒരു സുഖം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത് അതിന്റെ സ്മെല്ലും അത് കാണുമ്പോഴും തുടങ്ങുകയാണ് നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക്. സോ ഇവിടെ ആ ഒരു രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ പാറ്റേണിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇത് ഡെയിലി നമ്മൾ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ എന്തൊക്കെയാണ് നമുക്ക് ഒരു ചെറിയ ഫുഡ് ആൻഡ് ന്യൂട്രീഷനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ പെർസ്പെക്റ്റീവ്, ഒരു മാറ്റം എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് റെസ്റ്റോറന്റ് ഫുഡിനേക്കാളും കൂടുതൽ, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഹോം ബേസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തത് ഫ്രഷ് ഫ്രൂട്ട്സ് കൂടുതൽ യൂസ് ചെയ്യുക, ജ്യൂസസ് അല്ല. ഓക്കെ, കണ്ണൂർ കോക്ടെയിലൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഫ്രഷ് ഫ്രൂട്ട് കൂടുതൽ ഉപയോഗിക്കാം. ഈവൻ ഹെൽത്തി ഡ്രിങ്ക്സും വെള്ളവും കൂടുതൽ കഴിക്കാം. കൂൾ ഡ്രിങ്ക്സും അല്ലെങ്കിൽ സോഡ പോലെയുള്ള ഐറ്റംസും ഒക്കെ മാറ്റി വയ്ക്കാം. ഈവൻ ചായ കാപ്പിയൊക്കെ നമുക്ക് കുറക്കാം, അളവ് കുറക്കാം. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൽ നോക്കിയിട്ട്, മേ ബി അത് രാവിലെ 8 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കോ നമ്മൾ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ വൈകിട്ട് ഒരു 7 മണിക്ക് നമ്മൾ ഭക്ഷണം സ്റ്റോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുമ്പോൾ രാവിലത്തെ ആ ഡേ ടൈമിൽ തന്നെ ഭക്ഷണത്തിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ കൂടുതൽ റെഗുലാരിറ്റി, ഒരേപോലെ എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ബോഡി വളരെ ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറയും. അത് വീട്ടിൽ അറ്റ്ലീസ്റ്റ്
ഈവനിങ് ടൈം, ഡിന്നർ ടൈം എങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വളരെ ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ്. സോ മീൽ ടൈം ഈസ് ഓൾ അബൌട്ട് ഷെയറിങ്, കെയറിങ് ആൻഡ് ലവ്. ആൻഡ് സപ്ലിമെന്റ്, നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര അളവിൽ ന്യൂട്രീഷൻ കിട്ടുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോട്ടീനും ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഫാറ്റും മിനറൽസും വൈറ്റമിൻസും ഒക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. അതിന് ന്യൂട്രീഷണൽ സപ്ലിമെന്റേഷൻ എന്നാ പറയാം. പ്രഭാത ഭക്ഷണം പ്രധാനമാണ്. തിരക്കിനിടയിൽ അത് ഒഴിവാക്കരുത്. ശരിയായ സമയത്ത് ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും ഉൾപ്പെട്ട ഭക്ഷണ രീതി തിരഞ്ഞെടുക്കുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കുറക്കുക. പഞ്ചസാര, ഉപ്പ് മുതലായവ മിതമായി ഉപയോഗിക്കുക. കുപ്പിപ്പാനീയങ്ങൾ, പാക്കറ്റ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ ശീലമാവരുത്. കഴിക്കാം, പക്ഷെ അത് ഡെയിലി ലൈഫിൽ പോകരുത്. ചോക്ലേറ്റ്, മധുര പലഹാരങ്ങൾ, ഐസ്ക്രീം, കേക്ക് ഇതൊക്കെ നമുക്ക് കഴിക്കാമെങ്കിലും അത് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കി തന്നെ കഴിക്കുക. അതുകൊണ്ട് എന്താണ്, ഡെയിലി അത് കഴിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ആഹാര സാധനങ്ങളോട് അമിത ഇഷ്ടാനിഷ്ടങ്ങളും നിബന്ധനകളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇന്നതേ വേണ്ടു, അല്ലെങ്കിൽ എന്റെ മോനെ സാമ്പാർ കൂട്ടിയിട്ട് ചോറ് കഴിക്കേയില്ല എന്നൊക്കെ പറയുന്ന ചില നിബന്ധനകൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കുക അത് നമ്മുടെ ആരോഗ്യത്തിനെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന്. ഓരോ കാലത്തും ഓരോ നാട്ടിലുണ്ടാവുന്ന ആ ഇലക്കറികളും പച്ചക്കറികളും അതുപോലെ തന്നെ പഴങ്ങളും ഒക്കെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ. സെക്കൻഡ് പില്ലർ എന്ന് പറയുന്നത് മൂവ്മെന്റ്. നമ്മുടെ ശരീരം വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടെ ശരീരം പലതരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ആക്ച്വൽ പുതിയ സയൻസ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത് സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ്. നമ്മൾ കൂടുതൽ നേരം ഇരിക്കുക എന്ന് പറയുന്നത് പുകവലിക്ക് സമാനമാണ്. ആക്ച്വലി നമ്മളൊക്കെ ഇപ്പൊ ഒരുപാട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പലതും ആക്ടിവിറ്റീസിലാണ് പോകുന്നതെന്നൊക്കെ നമ്മുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവും. പക്ഷെ ആവറേജ് നമ്മുടെ ശരീരം എത്രത്തോളം എക്സസൈസ് ചെയ്യുന്നുണ്ടോ അത് നമ്മുടെ ശരീരം എത്രത്തോളം മൂവ്മെന്റ് അല്ലെങ്കിൽ അനങ്ങാൻ വേണ്ടിയിട്ട് കേൾപ്പുള്ളതാണ് അതിന്റെ എത്രയോ ചെറിയ സമയം ഉപയോഗിക്കുന്നത്. ഓക്കെ. ആക്ച്വലി എത്ര ഉപയോഗിക്കണോ അതിന്റെ വളരെ ചെറിയ സമയം. ആൻഡ് ജനറലി നമ്മുടെ മൂവ്മെന്റ്, ശരീരത്തിന്റെ എക്സസൈസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പാറ്റേണിലായിരിക്കും അല്ലെ. വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ പവർ അപ്പ്, പുഷപ്പ് എന്നൊക്കെ പറയുന്ന പല സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു പ്രത്യേക പാറ്റേണിൽ ചെയ്യുന്നതാണ്. അതേസമയത്ത് നമ്മുടെ ബോഡി മൂവ്മെന്റ് എന്ന് പറയുന്നത് ജനറലി വാരീഡ്. എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഈവൻ നമ്മൾ അറിയാത്ത പല മസിലുകളും ഉണ്ടെന്ന് നമുക്ക് അറിയുന്ന എപ്പോഴാണ്, ആ മസിലിന് വേദന വരുമ്പോഴാണ്. ഓക്കെ. സോ ആക്റ്റീവ്ലി സെഡൻഡറി എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈലിലേക്കാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒരു ദിവസം രാവിലെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നു. അതിനുശേഷം ഫുൾ ഡേ വെറുതെ ഇരിക്കുന്നു. ഇതിനെ സെഡൻഡറി ലൈഫ്, വെറുതെ ഇരിക്കുന്നതിന് സെഡൻഡറി ലൈഫ് എന്ന് പറയാം. സോ രാവിലെ ആക്റ്റീവ് ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതെ. പക്ഷേ ഒരു സെഡൻഡറി ലൈഫിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബോഡി വേണ്ടത്ര മൂവ്മെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എക്സസൈസിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് അവിടെ നമ്മൾ കൊടുക്കുന്നില്ല. ആൻഡ് നമ്മുടെ ഓക്യുപ്പേഷൻ, നമ്മൾ പലതരത്തിലുള്ള ജോലികളിലുള്ളവരുണ്ട് ഇവിടെ. അപ്പൊ ആ ഓക്യുപ്പേഷണൽ ബിഹേവിയർ തന്നെ മാറിപ്പോയിട്ടുണ്ടോ. ഡിവൈസസ് പലതരത്തിലുള്ളത് നമ്മളിപ്പം ഡിജിറ്റൽ, ഈവൻ നിങ്ങളിപ്പോൾ ഇരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കാണുമായിരിക്കും അല്ലെ, നടന്നിട്ട് കാണാനുള്ള സാധ്യത കുറവാണ്. ഞാൻ ഇതുപോലെ ഒരു സെഷൻ എടുക്കുമ്പോൾ ഒരു മാഷ് എന്നോട് സംസാരിച്ചു. 67 വയസ്സോ മറ്റോ ഉണ്ട്. ഞാൻ ഇപ്പോഴ് പുറത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ പുറത്ത് നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. സോ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വേണ്ട പോലെ അനങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സോ എന്താണ് ഇതിന്റെ കാരണം? പ്രധാനപ്പെട്ട നമ്മൾ എന്തുകൊണ്ടാണ് ഈ ചലനം നിർത്തിയത്? നമുക്കിപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് വരും. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ്, ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രോണിക് ആയാലും നമ്മുടെ കയ്യിലുണ്ട്. AC ഓൺ ആക്കാൻ സ്വിച്ച് വേണ്ട, റിമോട്ട് മതി. TV ഓൺ ആക്കാൻ റിമോട്ട് മതി. അല്ലെങ്കിൽ അരി അരക്കാൻ മിക്സി മതി. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പലതരത്തിലുള്ള സപ്പോർട്ടിങ് എക്യുപ്മെന്റ്സ് ഉണ്ട്. ആൻഡ് നമ്മുടെ പ്രൈമറി മോട്ടിവേഷൻ ഇപ്പോഴും നമുക്കില്ല. എന്താണത്? വിശപ്പില്ല. വിശപ്പുള്ളവരാണ് ദൂരം നടക്കാനും ദൂരം പോയി യാത്ര ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ താല്പര്യപ്പെടുക. സോ ആ പ്രൈമറി മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്പോൺസ്, ഭക്ഷണം കഴിച്ചിട്ടുള്ള സംതൃപ്തിയും ഇല്ല. അതുകൊണ്ട് മീൻസ് എന്തെങ്കിലും കിട്ടി, ഞാൻ ചെയ്തതിന് എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടി എന്നുള്ള തോന്നലില്ല. ഓക്കെ. സോ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് കൂടുതൽ കഴിക്കും, അതിനുശേഷം നമുക്ക് തോന്നും അയ്യോ ഇത്രയും വേണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നാളെ അരമണിക്കൂർ അധികം എക്സസൈസ് ചെയ്യാം. ആദ്യം നമുക്ക് ഭക്ഷണം കുറ്റബോധം തരുന്നു, അതിനുശേഷം നമ്മൾ നമ്മുടെ ചലനം അല്ലെങ്കിൽ എക്സസൈസ്, വ്യായാമം എന്നൊക്കെ പറയുന്നത് ഒരു ശിക്ഷയായിട്ട് ശരീരത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും ആക്ച്വലി ഇത് രണ്ടും നമ്മൾ എൻജോയ് ചെയ്യേണ്ടതാണ്. ഇത് രണ്ടും നമ്മൾ തെറ്റായ രീതിയിലാണ് കാണുന്നത്. ഓക്കെ. ഈ നമ്മുടെ ബയോളജി, ആക്ച്വലി ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബയോളജിക്കൽ നീഡാണ് അല്ലെ. വിശപ്പ് നമ്മുടെ ബയോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ജൈവശാസ്ത്രപരമായിട്ട് ഇതിനെ രണ്ടിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്.
പക്ഷെ ഇത് രണ്ടും നമ്മൾ വേറൊരു രീതിയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. സോ എന്താണ് ഇവിടെ നമുക്കൊരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരാൻ പറ്റുന്നത്? എല്ലാ ചലനങ്ങളും എക്സസൈസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം, ഇൻക്ലൂഡിങ് നടത്തം. ആൻഡ് നോൺ എക്സസൈസ് ആയിട്ടുള്ള എല്ലാ ചലനങ്ങളും അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണെന്നും അവിടെ അതുകൊണ്ട് നമ്മുടെ BMR ബേസൽ മെറ്റബോളിക് റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. ആൻഡ് എക്സസൈസ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ഭക്ഷണത്തിനെ പറ്റി പറഞ്ഞില്ലേ, ഭക്ഷണം വേണ്ടത്ര ന്യൂട്രീഷൻ നമുക്ക് തരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ ആയിട്ട് സപ്ലിമെന്റ്സ്, ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്, അത് പ്രോട്ടീനോ അല്ലെങ്കിൽ പലതരത്തിലുള്ള സപ്ലിമെന്റോ ഉണ്ട്. സോ അതൊക്കെ കഴിക്കേണ്ടത് ആവശ്യമായി വന്നിട്ടുണ്ട്. ഇന്നിപ്പോ ഡോക്ടർമാർ തന്നെ പല സപ്ലിമെന്റും എഴുതാറുണ്ട്, വൈറ്റമിൻ ബി കോംപ്ലക്സും ഒക്കെ എഴുതാറുണ്ട്. എനിവേ, അതുപോലെ എക്സസൈസ് അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഡെയിലി മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സപ്ലിമെന്റേഷൻ മാത്രമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് അത് കണ്ടിന്യൂസ്ലി എക്സസൈസും അതിനുശേഷം വീട്ടിലുള്ള നോർമൽ മൂവ്മെന്റും ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവും. തേർഡ് പില്ലർ എന്ന് പറയുന്നത് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. ആഡിക്വേറ്റ് റെസ്റ്റ്. നമുക്ക് എത്ര വിശ്രമം വേണം? നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര വിശ്രമം വേണം. സോ നോർമലി വേണ്ടത്ര ഉറക്കം കിട്ടിയില്ലെങ്കിൽ, വിശ്രമത്തിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ ഉറക്കം എന്ന് പറയുന്നത്. ആദ്യം മയക്കം വരും, വിശ്രമം, പിന്നെ മയക്കം, പിന്നെ ഉറക്കം ആണ് വരുന്നത്. സോ ആ അഗാധ നിദ്രയിൽ നമ്മൾ പോകുന്നില്ലെങ്കിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ചില, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഏതൊക്കെ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നാഡീവ്യവസ്ഥ, രണ്ടാമത്തത് ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റം, നമ്മുടെ ഹൃദയ അല്ലെങ്കിൽ രക്തചംക്രമണ വ്യവസ്ഥ, ഡൈജഷൻ, ദഹന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥ. ഇതിനെയൊക്കെ എഫക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഉറക്കവും വിശ്രമവും. സോ എന്താണ് ഇവിടെ നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു ബാഡ് സ്ലീപ്പിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു പക്ഷേ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രീൻ ടൈമിന്റെ അളവ് കൂടിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്ന ലൈറ്റിന്റെ അളവ് കൂടുതലായതുകൊണ്ടായിരിക്കാം. ബ്ലൂ ലൈറ്റ് അത് സ്ക്രീനിൽ നിന്ന് വരാം, അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും വരാം. നൈറ്റിൽ പല ആൾക്കാരും ഇന്നും ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല, ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ഫാസ്റ്റ് പേസ് ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും ഇതിന്റെ ഒരു റീസൺ ആണ്. പ്ലസ് റിയൽ ടൈമിന് എന്താ ഇവിടെ പ്രശ്നം? റീൽസ് സാധാരണഗതിയിൽ 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിന് താഴെയുള്ള, 60 സെക്കൻഡ്സിന് താഴെയുള്ളതായിരുന്നു നേരത്തെ. ഇപ്പൊ അത് 3 മിനിറ്റ്സ് വരെ ആയിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ നേരെ തിരിച്ചായി. നേരത്തെ 1 മിനിറ്റ് വരെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഇപ്പൊ 15 സെക്കൻഡിലും 10 സെക്കൻഡിലും കാര്യം പറഞ്ഞിട്ട് നിർത്തി. അപ്പൊ നമ്മളെ ബ്രെയിൻ ആ ഒരു ഇൻഫർമേഷൻ ഗ്രാബ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഇൻഫർമേഷനിലേക്ക് പോവാണ്. സോ ഇൻഫർമേഷൻ ഓവർലോഡ് ആവുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ആ ഒരു വേർഡ് തന്നെയാണ് ഇൻഫർമേഷണൽ ഒബിസിറ്റി എന്ന് പറയും. അത്രമാത്രം ഇൻഫർമേഷൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ അതിനെ പ്രോസസ് ചെയ്യാൻ സമയം കൊടുക്കാതെ അതിന് അടുത്ത ഇൻഫർമേഷനിലേക്ക് പോകും. നമ്മുടെ ബ്രെയിൻ കണ്ടിന്യൂസ്ലി വർക്കിംഗ് ആണ്, സ്ട്രെസ്ഡ് ആണ്, വിത്തൗട്ട് നോ റീസൺ. സോ ഇവിടെ ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വായനയും അല്ലെങ്കിൽ സ്ക്രീൻസും ഒക്കെ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് മാറ്റി വെക്കാം. ബെഡ്റൂം എൻവയോൺമെന്റ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ മനസ്സിലാവണം, നമ്മുടെ ശരീരത്തിന് മനസ്സിലാവണം നമ്മൾ ഉറങ്ങാനാണ് വന്നതെന്ന്. സോ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ് അവേഴ്സ് നമ്മൾ ഇരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരു 30 to 40 മിനിറ്റ്സ്, ഈവൻ ലോങ് അവേഴ്സ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് 30 to 40 മിനിറ്റ്സ് നമ്മൾ ബ്രേക്ക് എടുക്കുക. ഒരു 7 to 8 അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പിക്കുക. മെഡിറ്റേഷൻ ചെയ്യാം. ആൻഡ് 8 മണിക്ക് ശേഷം തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കുന്നത് ഇല്ല എന്ന് വയ്ക്കുക. കാരണം അതിനുശേഷം നമ്മുടെ ഭക്ഷണം ദഹിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് റെസ്റ്റിലേക്ക് പോകാനുള്ള സമയം കിട്ടുന്നില്ല. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സപ്പോസ് നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈവൻ രാത്രിയിൽ കുറച്ച് ലേറ്റ് ആയിട്ട് 10 മണിക്കും 11 മണിക്കും ഒക്കെ ഭക്ഷണം കഴിക്കുകയാണ്, അതിനുശേഷം നിങ്ങൾ ഉറങ്ങാൻ പോവാണ്. വിത്തിൻ ഹാഫ് ആൻ അവർ 11 മണി ആകുമ്പോഴേക്കാണ് നിങ്ങൾ ഉറങ്ങാൻ പോയി എന്ന് വിചാരിക്കാം. നിങ്ങൾ ഉറങ്ങുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഡൈജഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട്. നോർമലി നമ്മുടെ ശരീരം ഡൈജസ്റ്റ് ചെയ്യാൻ ഒരു 2 to 3 അവേഴ്സ് എടുക്കുന്നുണ്ട്. അത് മിനിമം ടൈമാണ്. അപ്പോൾ ഇത്രയും നേരം മുമ്പെങ്കിലും നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരം പണിയെടുത്തുകൊണ്ടിരിക്കും. ഇപ്പോഴും NH ഹൈവേയുടെ ഒക്കെ പണി നടക്കുന്നില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവിടെ ഹൈവേ KSTP റോഡ് ഇപ്പൊ അടച്ചിരിക്കുക. എന്തിനാണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലൂടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവിടെ റിപ്പയറിംഗ് പണി നടത്താൻ പറ്റില്ല. നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള റിപ്പയറിംഗ് നടക്കില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും പറയാം. ഓക്കെ. സോ ദ ഫോർത്ത് പില്ലർ ഈസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്? നമ്മുടെ ശരീരം ഏത് രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സ് കൂടി പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അല്ലെ? സൈക്കോളജിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ഹെൽത്തിന്റെ അല്ലെങ്കിൽ ഈ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ ഒരു പ്രധാന പില്ലറാണ്. സോ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്, ഇതൊക്കെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്.
ഇത് നമ്മുടെ ഫിസിയോളജിയെ, ബോഡി ഫിസിയോളജിയെ എഫക്ട് ചെയ്യും. ആൻഡ് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ഫിസിയോളജിക്ക് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ റിലേഷൻഷിപ്പ്, ബന്ധങ്ങളെ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെയും പെർഫോമൻസിനെ എഫക്ട് ചെയ്യും. സോ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ലോജിക് ആൻഡ് റീസണിങ്, ഇതൊക്കെ ഓർമ്മ എവിടെയാണ് വരുന്നത്? പൊതുവെ നമ്മൾ കേൾക്കുന്നത് പ്രായം ചെല്ലുന്തോറും ഓർമ്മ കുറയുന്നതായിരിക്കും. പക്ഷെ പല ആൾക്കാരുടെയും പല സ്ഥലങ്ങളുടെയും പല ഒക്കേഷൻസിന്റെയും പേര് ഓർമ്മിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ലോജിക്കും റീസണിങ്ങും ഇല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻസ് കറക്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആക്സിഡൻസിനോ, അത് വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞത് മാത്രം, പല കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവാം. ചില റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നത് പോലും ഈ റീസണിങ്ങും ഡിസിഷൻ മേക്കിങ്ങും കറക്റ്റ് ആവില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിനോടുള്ള സാധാരണ ഒരു ഔട്ട്ലുക്ക് അതും മിസ്സാവുകയാണ് ചെയ്യുന്നത്. ആൻഡ് അൾട്ടിമേറ്റ്ലി നമുക്ക് സന്തോഷം കുറയും. സോ വാട്ട് വി നീഡ് ടു ഡു, ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗുഡ് ഫൈൻഡർ ആവണം. ഒരു പക്ഷേ ഗുഡ് ഫൈൻഡർ എന്ന് പറയുന്ന വേർഡ് ഒരു സിമ്പിൾ ടേംസിൽ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചിത്രം പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തത്. ഹണ്ട് ദ ഗുഡ്. നമ്മൾ അതിനെ സെർച്ച് ചെയ്ത് ഒരുപക്ഷെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇന്നിപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാസ് മീഡിയ, പലതരത്തിലുള്ള വാട്സപ്പ് മെസ്സേജുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള ആഡും ഈവൻ ന്യൂസ് പേപ്പേഴ്സും ഒക്കെ തരുന്നത് നെഗറ്റീവ് സ്റ്റെപ്പാണ്. ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ കറക്റ്റ് പോസിറ്റീവ് സ്റ്റെപ്പ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങുന്നത് തന്നെ ഒരു ഫ്രഷ് മോർണിംഗിലായിരിക്കണം. ഈ ഉണരുന്ന സമയം നമുക്ക് അതൊരു പുതിയ ദിവസം, പുതിയൊരു ലൈഫിന്റെ തുടക്കമാവണം. കാരണം ഇന്നലെ ഉറങ്ങിയ പല ആൾക്കാരും ഇത് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടാവില്ല, അല്ലെ? ആൻഡ് പെർട്ടിക്കുലർലി ദിസ് ട്രൂ ഫോർ മൺഡേ. അങ്ങനെ ഒരു റിസർച്ച് വരെ നടന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രത്യേകമായിട്ട് മരിക്കുന്ന ഒരു സമയത്തിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മൺഡേ ആണ്. പോസിറ്റീവ് സ്റ്റോറീസ് വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് പോസിറ്റീവ് ആൾക്കാരെ പറ്റിയിട്ടാവാം, അത് ഓട്ടോബയോഗ്രഫി ആവാം, ബയോഗ്രഫീസ് ആവാം. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോസും നമുക്ക്, മോട്ടിവേഷണൽ ഇൻസ്പിറേഷൻ വീഡിയോസ് വളരെ ഹെൽപ്ഫുൾ ആണ്. റീൽസ് അഗൈൻ ഞാൻ ഒന്നുകൂടി ഇവിടെ പറയാം, റീൽസ് കുറച്ച് കുറക്കുന്നതാണ് എന്തായാലും നല്ലത്. ഡോപ്പമൈൻ നോർമലി നമുക്കൊരു ഫീൽ ഗുഡ് ഫാക്ടർ തരുന്ന സാധനമാണ്. ഈ ഡോപ്പമൈൻ സ്പൈക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് റീല് നമ്മൾ കാണുന്നത് പോലും. ഈ ഡോപ്പമൈൻ ഉണ്ടാക്കുന്നതിന്റെ ഒരു പോർഷൻ നമ്മുടെ 50% വരെ നമ്മുടെ ഇൻഡസ്റ്റൈനിലാണ് ഉണ്ടാക്കുന്നത്. സ്റ്റൊമക് ആൻഡ് ഇൻഡസ്റ്റൈൻ, നമ്മുടെ വയറിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ ഡോപ്പമൈൻ സ്പൈക്ക് ഉണ്ടാവുന്നത് കുറയും. അപ്പോൾ ബ്രെയിനിന് മാത്രമല്ല അതിനെ നേരിട്ട് എഫക്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റ് ചെയ്താൽ പോലും നമ്മുടെ റീലിനെ നമുക്ക് കുറക്കാൻ പറ്റും. ആൻഡ് പുറത്തു പോവുക, പ്രത്യേകിച്ചും സൂര്യപ്രകാശത്തിൽ പോകുന്നത് നമ്മുടെ മൈൻഡിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ആൻഡ് ഗുഡ് ഹൈജീൻ, നമ്മുടെ റൂമിനകത്ത് പ്രകാശം ഉണ്ടാവണം. അതുപോലെ തന്നെ നൈറ്റ് ടൈം ആണെങ്കിൽ പ്രകാശം ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കുക, ഹൈജീൻ സൂക്ഷിക്കുക. ഇതെല്ലാം കൊണ്ട് നമുക്കൊരു പെർഫെക്റ്റ് ഡേയോ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാവാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ ഡെയിലി പ്രാക്ടീസിൽ കൊണ്ടുവന്നിട്ട് ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാവാനാണ് സാധിക്കുക. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എനിക്കും ഫോൾട്ട് ഉണ്ടാവും, നിങ്ങൾക്കും ഫോൾട്ട് ഉണ്ടാവും എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഉപയോഗിക്കുക. ബിക്കോസ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ടോട്ടലി ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു പുഴുവിൽ നിന്ന് ഒരു ശലഭമാവുന്ന, അല്ലെങ്കിൽ ഇത്രയും നിറങ്ങളുള്ള ചിറകുകൾ വെച്ച് അതിന് പറക്കാൻ കഴിയുന്ന, നേരത്തെ പുഴു ഇഴഞ്ഞു നടക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ കഴിവുകൾ തന്നെ മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ആരോഗ്യത്തിൽ സംഭവിക്കണമെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. സ്റ്റാർട്ട് ഇറ്റ്. എല്ലാം ഒറ്റ ദിവസം. ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ വന്നു, ബ്ലിസേർട്ടിൽ വന്നു, ഇനിയിപ്പോ എന്റെ ഹേർട്ടും ഞാനും ഒക്കെ ബ്ലിസ് ആവും എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഇൻസ്റ്റന്റേനിയസ്. അതിന്റെ ടൈം കൊടുക്കുക ആൻഡ് പ്രോസസ്സിൽ വിശ്വസിക്കുക, അത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എന്നെ കിട്ടും. ഓൾറെഡി എന്റെ നമ്പർ അതിലുണ്ട്. അത് കൂടാതെ തന്നെ ബിഫോർ വെൽനസ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഈ നെയിമിൽ തന്നെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. പ്ലസ് ഈവൻ നിങ്ങൾക്ക് ഗൂഗിൾ